ഇസ്രയേലിൽ നിന്നാണ് കേട്ടോ. ഇതിലും മനോഹരമായി റോസ്മേരി പൂത്തു നിൽക്കുന്ന കാഴ്ചകൾ നമ്മുടെ സ്വപ്നങ്ങളിൽ പോലും അസാധ്യമായ കാഴ്ചയാണ്. എന്ത് ഭംഗിയിലാണെന്ന് നോക്കിക്കേ. ഡാർക്ക് വയലറ്റിലും ലൈറ്റ് വയലറ്റിലും ഒക്കെ ആയിട്ട് റോസ്മേരി നമ്മുടെ ബോർഡർ ചെടിയായി റോഡ് സൈഡിൽ ഇങ്ങനെ നട്ടുപിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറ്റിച്ചെടികളായിട്ട് നിറഞ്ഞ വയലറ്റും ലൈറ്റ് വയലറ്റും പൂക്കളോട് കൂടി തേനീച്ചകളൊക്കെ വന്നിരുന്ന് ഇങ്ങനെ തേൻ നുകരുന്ന സുന്ദരമായൊരു കാഴ്ചയായിരുന്നു ഇന്നെൻ്റെ കണ്ണിൽപ്പെട്ടത്. ഇത് ലൈറ്റ് വയലറ്റും ഇത് ഡാർക്ക് വയലറ്റുമാണ് കേട്ടോ. എന്തൊരു ഭംഗിയാണെന്നറിയാമോ. അതിനപ്പുറത്ത് നിങ്ങൾ കാണുന്നത് പാടമാണ്. ഇത് നമ്മുടെ ലൈറ്റ് വയലറ്റ് ചെടിയാണ്. ഇതിങ്ങനെ മിക്സ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ചിലയിടങ്ങളിൽ കുറേയേറെ വയലറ്റ് ചെടികളും കുറേ ഇടങ്ങളിൽ ലൈറ്റ് വയലറ്റും പിന്നെ ചിലയിടങ്ങളിലൊക്കെ വയലറ്റും ലൈറ്റ് വയലറ്റും അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ റോസ്മേരി ചെടി പൂത്ത് നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടില്ല. ബസ് സ്റ്റോപ്പിലേക്ക് ഞാനിങ്ങനെ നടന്ന് നീങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു, എന്താ ഇത്ര ഭംഗിയിൽ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് എന്ന് വിചാരിച്ച് ക്യൂരിയോസിറ്റി കാരണം ആ പൂ കാണാൻ വേണ്ടി ചെന്നതാണ്. ചെന്നപ്പോൾ നോക്കിയപ്പോൾ നിറയെ റോസ്മേരി പൂക്കൾ. അപ്പോൾ ഈ കാഴ്ച നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു നഷ്ടമായി പോകുമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ നിങ്ങൾക്കായി കൂടെ ഷെയർ ചെയ്യുന്നത്. റോസ്മേരി പൂക്കളെ ഇങ്ങനെ പൂത്ത് തളിർത്ത് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ. ഇപ്പോൾ നമുക്ക് തണുപ്പൊക്കെ മാറി ചെറിയ ചൂടിലേക്കൊക്കെ വരാൻ തുടങ്ങുന്ന ഒരു സമയമാണ് കേട്ടോ. ഇനിയിപ്പോൾ 2-3 ദിവസം നന്നായിട്ട് മഴയാവും. അപ്പോഴേക്കും ഈ പൂക്കളെല്ലാം കൂടെ അതങ്ങനെ കുതിർന്ന് നനഞ്ഞ് പിന്നെ അതങ്ങ് കൊഴിഞ്ഞു പോകും. ഈ ഒരു ദിവസം ഇന്ന് കണ്ടോ, നല്ല വെയിലാണ്. നല്ല വെയിൽ സമയത്ത് 4 മണിക്കത്തെ വെയിലെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ടാണ് അത്ര ഒരു അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാത്തത്. പക്ഷെ നിങ്ങൾ കണ്ടു നോക്കിക്കേ, എന്ത് സുന്ദരമാണല്ലേ. നമ്മൾ ഈ ഭൂമിയിൽ എന്തെല്ലാം നല്ല മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും മനോഹരമായ നല്ലൊരു ദിനം ആശംസിക്കുന്നു.